സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സർ നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സർ, നമ്മൾ ഈ ഹോർമൂസ് കടലിടുക്കിലെ വിഷയം, നമ്മുടെ ഇറാൻ അമേരിക്ക യുദ്ധം, തീർച്ചയായിട്ടും ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഈ യുദ്ധത്തിൽ നമ്മുടെ മഹാരാജ്യം ഇന്ത്യ ചില വളരെ 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 ചില വലിയ തീരുമാനങ്ങളിലേക്കൊക്കെ പോയിരുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. ലോക്ക്ഡൌൺ കാലത്ത് നമ്മൾ കരുതലോടെ എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കണമെന്ന്. സർ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചിരിക്കുന്നു. സ്വർണത്തിന് ഒറ്റയടിക്ക് 10,000 രൂപ വില വർദ്ധിച്ചിരിക്കുന്നു. സർ, ഇതിന്റെ ലക്ഷ്യം എന്തായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികൾ എന്തായിത്തീരും? സർ, എന്താണ് സർ ഈ സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതിന്റെ ലക്ഷ്യം? ഇറാൻ അമേരിക്ക യുദ്ധത്തെ തുടർന്ന് ലോകത്തിന്റെ തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ തന്നെ വലിയ തിരിച്ചടികൾ ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി ചെലവഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ ഈ സ്വർണം അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇവയുടെ ഇറക്കുമതി കുറയ്ക്കേണ്ട ആവശ്യകതയും കുറിച്ച് അദ്ദേഹം ഊന്നി പറഞ്ഞിരുന്നു. ഇവിടെ BJP പോലും പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. അതായത് അവർ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അത് കൊണ്ടെത്തിക്കേണ്ടതായിരുന്നു. ലോകത്തിൽ 95 രാജ്യങ്ങളിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യ ലോകത്തിലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കാത്ത ഏക വലിയ ഇക്കണോമിയാണ് ഇന്ത്യ. വലിയ സമ്പദ്ഘടനയിൽ ഒരേ ഒരെണ്ണമേ ഉള്ളൂ, ചൈന പോലും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി 2 നിർദ്ദേശങ്ങൾ പറഞ്ഞു. ഒന്ന്, പെട്രോളിയത്തെ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം നിയന്ത്രിക്കുക. രണ്ടാമത്തേത് സ്വർണത്തിൻ്റെ ഇറക്കുമതി കുറയ്ക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി ഒറ്റയടിക്ക് കുറയ്ക്കാൻ ഇന്ത്യയെ കൊണ്ട് പെട്ടെന്ന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു വർഷം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ലീഗലി $72 ബില്യൺ മൂല്യമുള്ള സ്വർണമാണ്. ആ സ്വർണത്തിൻ്റെ ഇറക്കുമതി നിശ്ചയമായിട്ടും കുറയ്ക്കാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം സ്വർണമില്ലെങ്കിലും ഞാനും അയ്യപ്പദാസും ഒക്കെ ജീവിച്ചു പോകും. ഞാൻ സ്വർണം എൻ്റെ ദേഹത്തൊന്നും ഉപയോഗിക്കാറില്ല. സ്വർണം കൈവശം ഇല്ലെങ്കിലും ദൈനംദിന ജീവിതത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ കയ്യിൽ പണം ഉണ്ടായാൽ, അത്യാവശ്യം ജീവിക്കാനുള്ള പണം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം. സ്വർണം പലപ്പോഴും ഒരു നിക്ഷേപ വസ്തുവാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കരുതലാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഭരണം. പക്ഷെ അത് നമ്മളൊരു ലളിതമായ ഒരു വിശദീകരണം. അതിനപ്പുറം സ്വർണമെന്ന് പറയുന്നത്, ഈ പറയുന്ന വലിയ രീതിയിലുള്ള സ്വർണത്തിൻ്റെ വിലക്കയറ്റത്തിനൊക്കെ കാരണം ഊഹക്കച്ചവടവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ ലോബികളുടെയും അനധികൃത സ്വത്ത് സമ്പാദിക്കുന്നവരുടെയും അവരെല്ലാം ഉൾപ്പെടുന്ന ഒരു ദൂഷിതമല്ലേ. കാരണം ഈ നോട്ട് നിരോധനത്തിനൊക്കെ ശേഷം പലരും നിക്ഷേപങ്ങൾ സ്വർണത്തിൽ മാത്രമാണ്. ഇപ്പം സ്വർണമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, എപ്പോൾ വേണമെങ്കിലും വിറ്റഴിക്കാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൊണ്ട് പണയം വെക്കാം. സ്വർണം ഈക്വൽസ് ലിക്വിഡ് ക്യാഷ്, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്ര സുരക്ഷിതമായ ഒരു സാധനം അതുപോലെ വളരെ ചെറുതാണ്. ഇപ്പം ഒരു പവന്റെ ആഭരണത്തിന് ഇപ്പോൾ ഒരു 1.25 ലക്ഷം രൂപ, 1,40,000 ഒക്കെയാണ്, 1.5 കാണും ഇന്ന്. കാരണം ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പം അതിലേക്ക് ഞാൻ വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ അർദ്ധരാത്രിയിൽ പ്രധാനമന്ത്രി 3-4 ദിവസം മുമ്പാണ് ഈ അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത്. ഇന്നലെ അർദ്ധരാത്രിക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ സ്വർണത്തിനു മേലുള്ള ഇറക്കുമതി ചുങ്കം നിലവിലുള്ള 6% നിന്നും 15% വർദ്ധിപ്പിച്ചു. അത് സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കാനാണ്. അപ്പോൾ സ്വർണത്തിൻ്റെ ഇറക്കുമതി കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവുകയാണ്. ഈ സ്വർണത്തിൻ്റെ ഇറക്കുമതി കുറയുന്നു എന്ന് കണ്ടുകൊണ്ട് നിലവിൽ മാർക്കറ്റിൽ പെട്ടെന്ന് നിലവിലുള്ള സ്വർണം ആയിരിക്കുമല്ലോ അപ്പോൾ കൂടുതൽ വിക്രയം നടത്തുന്നത്, പുതിയ സ്വർണ്ണമില്ല. അപ്പോൾ അതിൻ്റെ വില 10,000 രൂപ പവന് വെച്ച് കേരളത്തിൽ വർദ്ധിച്ചു. ഇനി ഇതിനൊരു മറുവശവും കൂടെ ഞാൻ പറയാം. ഈ സ്വർണത്തിൻ്റെ മേലുള്ള ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുമ്പോൾ കള്ളക്കടത്ത് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇത് കാരണം ഒരു പവൻ കള്ളക്കടത്ത് നടത്തിയാൽ നേരത്തെ ഈ ഒരു 2 വർഷം മുമ്പ് വരെ സ്വർണത്തിൻ്റെ മേലുള്ള ഇറക്കുമതി ചുങ്കം ഈ 15%.
പിന്നീട് അത് വലിയ തോതിൽ കള്ളക്കടത്ത് നടത്തുന്നു കൊണ്ട് അത് കള്ളക്കടത്തായിട്ട് പോകേണ്ട സർക്കാരിന് അതിന്റെ നികുതി വിട്ടട്ടെ എന്ന് കരുതിയിട്ട് 6% കുറച്ചു. പക്ഷെ 6% കുറച്ചപ്പോൾ സംഭവിച്ചത് ജനം അനിയന്ത്രിതമായിട്ട് സ്വർണം ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് സർക്കാർ വീണ്ടും നികുതി കൂട്ടിയത്. അപ്പോൾ കള്ളക്കടത്ത് ഇനി വർദ്ധിക്കില്ലേ എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യമുണ്ട്. കാരണം പണ്ട് ഈ സ്വർണത്തിന് 16% നികുതി ഉണ്ടായിരുന്നപ്പോൾ 1 കിലോ സ്വർണം കള്ളക്കടത്തിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നാണ് ഏതാണ്ട് 9 ലക്ഷം രൂപയോളം ലാഭം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരുന്നു. ഈ നികുതി കുറച്ചതിന് ശേഷം അതൊരു 4 ലക്ഷം 3 ലക്ഷം രൂപയായിട്ട് കുറഞ്ഞു ലാഭം. അപ്പോ ഈ വിഷയത്തിലെ ഏറ്റവും കാതലായ ഒരു ഭാഗം ഈ സ്വർണം, നമ്മൾ കരുതലായ സ്വർണം അതിന് അത്ര കണ്ട് നമ്മൾ വില കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇപ്പൊ സാറ് തന്നെ സംസാരത്തിൽ പറഞ്ഞു നമുക്ക് സ്വർണ്ണമില്ലെങ്കിലും ജീവിക്കാൻ പറ്റും എന്നൊരു മെസ്സേജ്, അത്തരത്തിലൊരു മെസ്സേജ് കൂടെയാണോ നമ്മുടെ പ്രധാനമന്ത്രി നൽകിയത്? ഇത്തരം ഒരു ഭ്രമം ഈ ഒരു അവസരത്തിൽ ജനം ഈ ഒരു അവസരത്തിൽ കുറയ്ക്കണം. പ്രധാനമന്ത്രി നൽകിയത് ഒരു മെസ്സേജാണ്. പക്ഷെ അത് ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് അതിന്റെ ഒരു പ്രധാന പോയിന്റിലേക്ക് നമുക്ക് എത്തണം സാർ. അതിന്റെ പ്രധാനമന്ത്രി നൽകിയ ഒരു സൂചന എന്ന് പറയുന്നത്, അതായത് സർക്കാരിന്റെ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി അത് പറയുന്നത്. അതായത് ഇന്ത്യയുടെ റീറ്റെയിൽ സ്വർണം വാങ്ങിക്കുന്ന 56% മിഡിൽ ക്ലാസ് ആണ്. അതായത് 2 ലക്ഷം തൊട്ട് 10 ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവരാണെന്നുള്ള ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സ്വർണം ബഹുഭൂരിപക്ഷവും ഇതിന്റെ പൂഴ്ത്തി വെക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കള്ളപ്പണക്കാരും കള്ളക്കടത്തുകാരും അഴിമതിക്കാരും. ഇപ്പൊ കേരളത്തിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്ക്. കേരളത്തിൽ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് പിന്നെ ഇറക്കുമതി ചെയ്ത സ്വർണം, പിന്നെ കള്ളക്കടത്ത് നടത്തിയ സ്വർണം എങ്ങനെയാണ്? രാഷ്ട്രീയക്കാരും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരോട് ചേർന്നിട്ടല്ലായിരുന്നു. എന്നിട്ട് അവസാനം ശിവശങ്കരൻ പറയുന്ന ആളുടെ പണി തെറിച്ചില്ലേ, ജയിലിൽ പോയില്ലേ? അപ്പം ഞാൻ പറഞ്ഞ ഇതൊരു ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഞാൻ തിരികെ എത്തുകയാണ്. കേന്ദ്ര സർക്കാരിന് ഇത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പക്ഷേ കേന്ദ്ര സർക്കാർ, ഞാൻ കരുതുന്നത് കേന്ദ്ര സർക്കാർ ഇത്തരം ഇപ്പൊ ആദ്യം നികുതി വർദ്ധിപ്പിച്ചു, അത് ലീഗലി ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കാനായിട്ടാണ്. ഇനി അടുത്ത നടപടി വരാൻ പോവുകയാണ്. വരും ദിവസങ്ങളിൽ വലിയ കടുത്ത നടപടി വരാൻ പോകുന്നു. എങ്ങനെ? അതായത് പുറത്തുനിന്ന് വരുന്ന ഈ പറയുന്ന കള്ളക്കടത്തുകാരെ എവിടെ നിന്നാണ് പൈസ സ്വർണം വാങ്ങിക്കുന്നത്? ഈ കള്ളക്കടത്തുകാർ സ്വർണം പിന്നെ പണ്ട് ദുബൈയിലായിരുന്നു, ഇപ്പം UAE ഇന്ത്യയായിട്ട് വളരെ സൗഹൃദമായതുകൊണ്ട് അവരങ്ങനെ അനുവദിക്കത്തില്ല. സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഈ കള്ളക്കടത്തുകാർ എങ്ങനെയാണ് സ്വർണം വാങ്ങിക്കുന്നതെന്ന് അയ്യപ്പദാസിന് അറിയാവോ? അവർക്ക് പണം വേണ്ടേ? ആ പണം എങ്ങനെ സമാഹരിക്കും? അത് കുഴൽപ്പണ ഇടപാടിലൂടെ ഇന്ത്യയിലെ അഴിമതി പണം അങ്ങോട്ട് ചെല്ലും, ഇന്ത്യക്ക് പുറത്തോട്ട് പോകും. ഇവിടെയുള്ള ഹവാല ക്യാരിയേഴ്സ് അഴിമതി പണം പുറത്തേക്ക് സപ്ലൈ ചെയ്യും. എന്നിട്ട് അവിടുത്തെ മാർക്കറ്റിൽ നിന്നും സ്വർണം വാങ്ങിച്ച് ആ പണം ഉപയോഗിച്ച് സ്വർണം വാങ്ങിച്ച് ഈ സ്വർണം ഇന്ത്യയിലേക്ക് കള്ളക്കടത്തുകാർ വഴി ക്യാരിയറുകാർ വഴി കടത്തുന്നു. എന്നിട്ട് അതിൽ നിന്നും വലിയ ലാഭം ഉണ്ടാക്കുന്നു. ആ ലാഭം ഉണ്ടാക്കുന്നത് ഈ പണം മുടക്കുകൾക്കും അതിന്റെ പ്രയോജനം കിട്ടും, ക്യാരിയർമാർക്ക് ചെറിയൊരു പൈസ കിട്ടും, വിദേശത്തു നിന്ന് വാങ്ങിക്കുന്നവർക്കും നല്ലൊരു ലാഭം കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ലാഭം ഇതിനകത്തിൽ വീതം വെക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ നോക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കള്ളക്കടത്ത് കൂടും എന്ന് തന്നെ അവർക്കറിയാം. പക്ഷെ അത് തടയാൻ എന്തോ ഒരു മാർഗം കേന്ദ്ര സർക്കാർ കണ്ടിട്ടുണ്ട്. അതായത് കള്ളപ്പണത്തിനെതിരെ വലിയ നടപടി വരാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഹവാല ഓപ്പറേറ്റേഴ്സിനെതിരെ വലിയ നടപടി വരാൻ പോകും. പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഒരു വാണിംഗ് ആയിരുന്നു, ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് കള്ളപ്പണക്കാർക്കും കള്ളക്കടത്തുകാർക്കും കരിഞ്ചന്തക്കാർക്കും അഴിമതിക്കാർക്കും ഒക്കെ എതിരെയുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. ഈ വരാനിരിക്കുന്ന വിദേശത്തു നിന്നുള്ള ഈ പണം ഈ പറയുന്ന കള്ളക്കടത്ത് സ്വർണവും അത് കൊണ്ടുവരുന്നവരും അതുപോലെ തന്നെ ഈ ഹവാല ഡീലിംഗ് നടത്തുന്നവരും ഇവർക്കൊക്കെ ഭീകരരുമായിട്ടും ബന്ധമുണ്ട്. കാരണം ഈ നെറ്റ്വർക്കുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇതെല്ലാം അന്താരാഷ്ട്ര നെറ്റ്വർക്കുകളാണ്. ഏതായാലും സാർ നമ്മുടെ സമയം, സാറിന്റെ സമയം വിലപ്പെട്ടതായതുകൊണ്ട് നമ്മൾ ഇടപെടുകയാണ്. അപ്പോൾ ഇതിന്റെ ഒരു ചുരുക്കെഴുത്തുന്ന രീതിയിൽ അവർക്കുള്ളൊരു വാണിംഗ് ആണ് അല്ലെ സാർ? അവർക്കുള്ളൊരു വാണിംഗ് ആണ് കള്ളക്കടത്തുകാർക്ക്. ഏതായാലും ഈ ഒരു ദൂഷിത വലയത്തിന് എതിരെ വലിയ നടപടി വരാൻ പോകുന്നു.
അതാണ് തീർച്ചയായിട്ടും. ഞാൻ ചുരുക്കി പറയുന്നത്. ഏതായാലും വലിയൊരു ഇതിനെ സംബന്ധിച്ച് ഒരു സ്ഫോടനാത്മകമായ ഒരു വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ സാർ? ഒരു വേട്ട, ഇതിനെ സംബന്ധിച്ച ഒരു സ്വർണ്ണ വേട്ടയോ അല്ലെങ്കിൽ സാറ് പറഞ്ഞ രീതിയിൽ കള്ളപ്പണക്കാരെ പൂട്ടി എന്ന തരത്തിലുള്ള ഒരു സ്ഫോടനാത്മകമായ ഒരു വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ സാർ? തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. താങ്ക് യു സാർ, താങ്ക് യു.